ഹലോ, എല്ലാവർക്കും നമസ്കാരം. പനീർ കറി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി തക്കാളി പച്ചമുളക് വഴറ്റിയതാണ്. ആദ്യം എണ്ണയിൽ ഏതെങ്കിലും എണ്ണ റിഫൈൻഡ് ഓയിൽ ഞാൻ ഇപ്രാവശ്യം എടുത്തത്. വെളിച്ചെണ്ണയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ജീരകോട്ട് പെരുംജീരകോട്ട് ഇട്ടാ രണ്ടും ഇട്ടിന്. ജീരകോട്ട് പെരുംജീരകോട്ട് ഉള്ളി തക്കാളി പച്ചമുളകും കൂടി ഇതേപോലെ വഴറ്റിയിട്ടാ. ഇത്രയും വഴറ്റിയത് ഗ്ലാസ് പരുവെന്നൊക്കെ പറയില്ലേ, ഉള്ളി അങ്ങനെ. പിന്നെ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തു. ഒരു 10-15 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, മുളക് പൊടി. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇട്ടെല്ലാം കൂടി തേങ്ങയും അണ്ടിപ്പരിപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഇതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആറിയതിന് ശേഷം എന്ത് ചെയ്യണം, മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. രണ്ടോട്ടിട്ട്, ചെറിയ ജാറാകുമ്പോൾ രണ്ടോട്ടിട്ട് അരക്കാം. അരച്ച് നല്ല പേസ്റ്റാക്കാം. ഓക്കെ. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി അരച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതാണ് ആ പേസ്റ്റ്. ഓക്കെ. ഇതുപോലെ രണ്ട് വട്ടം ജാറിൽ അരച്ചതാണ് കേട്ടോ. ചെറിയ ജാറിൽ 2 വട്ടം അരച്ചത്. പിന്നെ നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആദ്യം ഒന്നും ചേർത്തില്ല. എന്താ വെച്ചാൽ അതിൻ്റെ നല്ല ഫ്ലേവർ വരണ്ടെങ്കിൽ ഈ ചീനച്ചട്ടി എടുക്കുക, എണ്ണ ഒഴിക്കുക, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് മൂപ്പിച്ച് മട്ടറിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് ഒരു 2-3 മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ മട്ടർ വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് ആ മട്ടർ വെന്തതിന് ശേഷമാണ് നമ്മൾ ഈ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ച് മട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്ന. ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് വരുമ്പോഴത്തേനാണ് നമ്മൾ പനീർ കഷ്ണങ്ങൾ വെറുതെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചത് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണയിൽ വറുത്ത് കോരിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ പെട്ടെന്ന് കഴിക്കേണ്ടതല്ലാന്നെങ്കിൽ ഒരു ദിവസത്തേക്കൊന്നും മോശമാവില്ല. ഇവിടെ പിന്നെ വിൻ്റർ സീസണാണ് ഇപ്പോൾ, അതുകൊണ്ട് മോശമാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും അങ്ങനെ. പിന്നെ നമ്മൾ അരക്കുമ്പോൾ മല്ലിയില ചേർത്താലും നമ്മൾ കറി ആയതിന് ശേഷം അതിൻ്റെ മുകളിലേക്കൂടെ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കണം. അതാണ് അതിൻ്റെ ഫ്ലേവർ കേട്ടോ. എന്നിട്ട് കറിയെല്ലാം ആയിക്കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഗരം മസാലയും കുറച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ കസൂരി മേത്തീൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ മേത്തി ഉലുവയില ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിങ്ങനെ കൈ കൊണ്ട് തിരുമ്മിയിട്ടിടണം. കടയെല്ലാം മേടിക്കാൻ കിട്ടും. ഇത് ഗരം മസാലയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയാണ് കേട്ടോ, വറുത്ത് പൊടിച്ചുണ്ടാക്കിയത് കൊണ്ട്. പിന്നെ അതിട്ടിട്ട് ജസ്റ്റ് ഒരു തിള മാത്രമേ വരണ്ടൂ. അതുപോലെ തന്നെ കസൂരി മെത്തി ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പെരുംജീരകത്തിൻ്റെ റൈസാണ്. നമ്മൾ നെയ്യ് ഒഴിച്ചു, അല്ലെങ്കിൽ ഓയിലോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് അതിലേക്ക് പെരുംജീരകം ഇട്ട് അതിലിടുന്നത് ഇത് പച്ചരി എന്ന് പറയുന്ന സോന മസൂരി റൈസാണ്. ഇതുപോലെ ഞാൻ കുപ്പിയിൽ നിറച്ച് പെരുംജീരകം വെക്കും കേട്ടോ. പെരുംജീരകത്തിൻ്റെ റൈസും ഈ മട്ടർ പനീർ കറിയും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കുന്നത് കേട്ടോ. നമുക്ക് ശരിക്ക് മട്ടർ പനീറിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കണ്ടെങ്കിൽ വേറെ ഒന്നും കറികൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മളത് ഇളക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഉണ്ടായിട്ടില്ലേ കറി. അപ്പോൾ പിന്നെ ഇത് ആറി വരുമ്പോൾ എല്ലാം നല്ല സെറ്റായി വരും. ഇവിടെ ഒഴിച്ചാൽ അവിടെ പോകുന്ന കറിയൊന്നല്ല, ഒഴിച്ചെടുത്ത് വെക്കുന്ന നല്ല സൂപ്പർ കറിയായിരിക്കും. ഇതും കൂട്ടി കഴിക്കാനുള്ളൊരു ടേസ്റ്റ്, ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല ചപ്പാത്തി, റൊട്ടി, പൂരി അതിൻ്റെ കൂടെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാനിന്ന് കഴിക്കുന്നത് പെരുംജീരക റൈസും മട്ടർ പനീർ കറിയും.